അസ്സലാമലൈക്കും. എന്താ മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് വലിയ സുഖമൊന്നുമില്ല. പനി, തലവേദന, തൊണ്ടവേദന ഒക്കെയാണ്. മാറണില്ല. കുറയും, പിന്നെയും കൂടും, പിന്നെയും കുറയും, പിന്നെയും കൂടും. ഇത് തന്നെ പണിയാണ്. വായിക്കൊക്കെ നല്ല കയ്പ്പ്. ഡോക്ടർ ഒരു എൻഡോസ്കോപ്പിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യണം. എനിക്ക് ഓർത്തിരിക്കണം. പിന്നെ ഇപ്പം ഞാനുള്ളത് കോളേജിലാണ്. എൻ്റെ ജോലി കഴിഞ്ഞു. 3:21 3 മണിയാകുമ്പോൾ എൻ്റെ ജോലി കഴിയും. പക്ഷേ 4 മണിയായിട്ടാണ് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ്. എല്ലാ സ്റ്റാഫുകളും ഉണ്ട് ഇവിടെ. ഞാൻ ഇവിടെ മാറിയിരുന്ന് അങ്ങനെ ഒരു വീഡിയോ പിടിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ട്? എല്ലാവർക്കും മഴയൊക്കെ നല്ല പോലെ കിട്ടുന്നുണ്ടല്ലേ? ഇനി ഇടിയാണ്. വൈകുന്നേരം ആകുമ്പോൾ നല്ല ഇടിവെട്ടാണ്. നമ്മുടെ ഇവിടെ നിന്നുള്ള മിന്നാന്നൊരു ഇടി വെട്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ നശിച്ച് പോയി. പല സ്ഥലത്തും പല വീടുകളിലും. നമ്മുടെ വീട്ടിലും ഒന്നും പോയൊന്നുമില്ലെങ്കിലും പിള്ളേരൊക്കെ പേടിച്ച് ഒരു 2-3 ദിവസം മുമ്പ് വലിയൊരു ഇടി വെട്ടിയായിരുന്നു. അതിൽ പിള്ളേരൊക്കെ നന്നായിട്ട് പേടിച്ചു. പിന്നെ ഇടിവെട്ട് ഏറ്റവും കൂടുതൽ പേടിയുള്ള ആൾ ഞാനാട്ടോ. ഉള്ള ആരും പറയില്ല. ഇടി, കാറ്റ് കാണുന്നിടത്തിൽ തന്നെ ഓടും. പിള്ളേരൊന്നും നോക്കൂല, ആരും നോക്കൂല കേട്ടോ. പിള്ളേരും പറയാലോ. പണ്ട് എൻ്റെ മക്കൾ എൻ്റെ മൂത്ത മോനും എൻ്റെ രണ്ടാമത്തെ മോളും ചെറുതായിരിക്കുന്ന സമയത്ത്, 5 മാസം കണ്ടുണ്ടായിരുന്നുള്ളൂ ഇളയ മോക്ക്. അന്നേരം ഞാനുണ്ടല്ലോ ഭയങ്കര ഒരു കാറ്റൂതി. ഭയങ്കര നല്ലൊരു കാറ്റായിരുന്നു. ഒരു 5:30-6 മണി സമയത്ത് നല്ല കാറ്റായിരുന്നു. അങ്ങനെ കടയിൽ പോയിക്കുമായിരുന്നു, പണിക്ക് വെക്കുക. ഈ കാറ്റ് ഇങ്ങോട്ട് വന്നിട്ട് 2-3 പ്രാവശ്യമൊക്കെ കാറ്റ് ഊതുമ്പോൾ ഞാൻ നോക്കും. വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇവരക്കകത്ത് കയറിയിരിക്കും. അതല്ല, കാറ്റിൻ്റെ ഗതിയൊക്കെ മാറിയ പോണേന്ന് തോന്നുമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗതി മാറും. ഞാൻ എവിടെയെങ്കിലേക്ക് ഇങ്ങോട്ട് പോകണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അങ്ങനെ കൊച്ചു തൊട്ടിക്കിടന്ന് ഉറങ്ങണം. മൂത്ത് വെച്ച് അവിടെ ഇരുന്ന് കളിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട് തൊട്ടപ്പുറത്തൊരു വീടുണ്ട്. ആ വീട് വേലി കെട്ടിയേക്കും അവരുടെയും. അന്നൊക്കെ ഇല്ലിമുള്ളും കൊണ്ടുള്ള വേലിയാണ്. ചെമ്പരത്തി നട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെയുള്ള വേലി. എൻ്റെ അല്ലാ, എനിക്കറിയില്ല ഞാൻ ആ വേലിയൊക്കെ പൊളിച്ചുകൊണ്ട് എങ്ങനെയാണ് അവരുടെ വീട്ടിലേക്ക് പോയതെന്ന്. കാറ്റിനെ പേടിച്ചേ 2 മക്കളെ എടുത്തില്ല. മൂത്ത കൊച്ചിനെ കയ്യിൽ പിടിച്ചില്ല. അയാളെ തൊട്ടി കിടന്ന കൊച്ചിനെ എടുത്തില്ല. ഓടി. ആ ചേച്ചിയുടെ പേര് അമ്മണി എന്നാട്ടോ. അമ്മണി ചേച്ചി. അമ്മണി ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷെക്കിയിലെ പിള്ളേരും തിന്നു. അപ്പോഴാണ് പിള്ളേരുടെ കാര്യം പറഞ്ഞു. ആ ചേച്ചി പോയി പിള്ളേരെടുത്ത് തിന്നു. അത്രയ്ക്കും പേടിയാണ് എനിക്ക് കാറ്റും ഇടിയും. ഇടീനേക്കാളും പേടിയാണ് കാറ്റ്. എനിക്കിങ്ങനെ ഉത്തണ കാണുമ്പോൾ എനിക്കറിയില്ല എന്താ എനിക്ക് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും പേടിയാണ് കാറ്റ്. പിന്നെ ഇപ്പോൾ പ്രായമൊക്കെ ആയി, മക്കളൊക്കെ ഒരുവിധം വലുതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആ പേടി അങ്ങോട്ട് സ്വയം ഒതുക്കുമ്പോൾ ഒത്തിരി കുറവുണ്ട് കേട്ടോ. അതൊരു സന്തോഷം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ മക്കളെ നോക്കാൻ പറ്റില്ല. അന്നൊക്കെ വന്നിട്ട് കുറേ ചീത്ത പറഞ്ഞ് തന്നെ പിള്ളേരായിട്ടിട്ട് ഓടിയാൽ. അത് കഴിഞ്ഞ് ഇന്നാളെൻ്റെ മോൻ്റെ അതൊക്കെ കഴിഞ്ഞ് 2 കൊല്ലമായിട്ടുള്ളൂ. എൻ്റെ മോൻ്റെ വാച്ച് കല്യാണം കഴിഞ്ഞിട്ട് അടുക്കള കാണാൻ തന്നെ അന്ന് തമ്പുരാനെ അവർ വന്ന് ഭക്ഷണം കഴിച്ച് അടുക്കള കാണലും കഴിഞ്ഞ് അങ്ങ് പോയി. നമുക്ക് കുറേ പലഹാരമൊക്കെ കൊണ്ടുവന്നായിരുന്നു അവരെ. അപ്പോൾ അതൊക്കെ വീതം വെച്ചിട്ട് എല്ലാ വീട്ടിലും കൊടുക്കാനായിട്ട് ഇക്കായും കടച്ച അനിയന്മാരൊക്കെ കൂടി അങ്ങനെ വീട്ടിൽ കൊണ്ട പലഹാരങ്ങളൊക്കെ എല്ലാവർക്കും. മഴയൊക്കെ നല്ല കാറ്റുമഴയൊക്കെ വരുന്നുണ്ടായിരുന്നു അവർ വന്ന് പോകുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി അവർ പോയപ്പോൾ. അന്നേരത്തേക്ക് ഭയങ്കര മഴ. പോയി ഇറങ്ങിയപ്പോൾ തന്നെ മഴ നന്നായിട്ട് പെയ്തു തുടങ്ങി. നല്ല കാറ്റായിരുന്നു. ഇടി അങ്ങനെ വെട്ടിയില്ല. ഭയങ്കര കാറ്റ്. എന്താ ആരോ പറഞ്ഞിട്ട് ഈ മണലൊക്കെ കറക്കി കൊണ്ടുപോലത്തെ പെട്ടെന്നൊരു കാറ്റ്. തമ്പുരാനെ, എല്ലാവരും പലഹാരമൊക്കെ ഉള്ള തിരക്കില്ല. എന്നെ കാണുന്നില്ല. ഞാൻ മഴയും പെയ്തു. അപ്പോഴേക്കും ഞാൻ 2 കൈയും എൻ്റെ ചെവിയുടെ ഉള്ളിലേക്ക് കുത്തി കയറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ റെനിമോൻ്റെ മുറിയിൽ പോയി നിൽക്കുക. മൂലയ്ക്ക് പേടിച്ച് ഓടിച്ച്. അപ്പോഴേക്കും എന്നെ നോക്കിക്കൊണ്ട് പിള്ളേരോ ഇക്കായൊക്കെ വന്നപ്പോൾ ഞാനവിടെ നിൽക്കുക. അങ്ങനെ പേടിച്ചിട്ടേ. പേടിയൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്തായാലും പണ്ടത്തെ പേടിയൊക്കെ ഒരുപാട് കുറഞ്ഞു. അതുപോലെ തന്നെ മോൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് ഇതുപോലെ ഒരു മഴയൊന്നും പെയ്യാതെ പെട്ടെന്നൊരു കാറ്റുണ്ടായി.
അതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. കാറ്റ് വരുമ്പോൾ ഒപ്പായിരുന്നു, അതുകൊണ്ട് പേടിച്ചില്ല. പിന്നെ ഇങ്ങനെ ഓർക്കുമ്പോൾ പണ്ടത്തെ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും വരുന്നതായിരിക്കും. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അസ്സലാമു അലൈക്കും.